ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര പൊട്ടാസ് പൊട്ടിക്കുന്ന ശബ്ദമാണ് ഈ കേൾക്കുന്നത് കേട്ടോ. നെയ്ബേഴ്സ് എല്ലാവരും വയസ്സൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ദീപാവലി സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കാം. ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. ഇന്ന് ദിവാലി സ്പെഷ്യൽ എന്താണ്? സ്വീറ്റ് അല്ല കേട്ടോ. കാരണം സ്വീറ്റ് നമ്മൾ കുറേ പേർക്ക് കൊടുക്കുകയും വാങ്ങുകയും റിസീവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇന്ന് സ്വീറ്റ് ഉണ്ടാക്കുന്നില്ല. പിന്നെ ഞാൻ ഇന്ന് ഇവിടെ സ്വീറ്റ് ഉണ്ടാക്കിയാൽ അത് ചിലപ്പോൾ ചിലവായിന്ന് വരില്ല. ഓൾറെഡി ദീപാവലി സ്പെഷ്യൽ ബിരിയാണി അല്ല, സാധാരണ വെജിറ്റബിൾ ബിരിയാണിയാണ്. ഇന്ന് സ്പെഷ്യൽ ഡേക്ക് വെക്കണമെന്നേ ഉള്ളൂ. വെക്കുന്നത് ഞാൻ റൈസ് കുക്കറിലാണ്. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ബിരിയാണി എങ്ങനെയാണെന്ന് കാണാമല്ലോ അല്ലേ? കമോൺ. ആദ്യം തന്നെ ഫൈനലി ചോപ്ഡ് ഒനിയൻസ് ഇവിടെ റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഒനിയൻസ് ഉണ്ട്, അത് ഡെക്കറേഷന് വേണ്ടിയുള്ളതാണ്. കൂടാതെ വെജിറ്റബിൾസ്, ബീൻസ്, പൊട്ടറ്റോ, ക്യാരറ്റ്സ് എല്ലാം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചു. ഇനി ഇത് അരയ്ക്കാനുള്ളതാണ്. 2 പച്ചമുളക്, കുറച്ച് ഗാർലിക്, കുറച്ച് ജിഞ്ചർ, ഇതെല്ലാം കൂടെ കൊത്തമല്ലി കഴുകി വൃത്തിയാക്കി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും ചേർത്ത് അരച്ചെടുക്കണം. പിന്നെ ടൊമാറ്റോസ് 2 റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂടുതലിട്ട പുളി കാണും, അതുകൊണ്ട് 2 വെച്ചിട്ടുള്ളൂ. റൈസിൻസും കാഷ്യൂസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ ബസ്മതി റൈസ് 1 കപ്പാണ്, 30 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചു. ഇതാണ് ഗ്ലാസ്, ഞാൻ ഇതിലാണ് മെഷർ ചെയ്തത്. ഇതിൽ 2 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 ഗ്ലാസ് വെള്ളം നമുക്ക് എടുക്കാമല്ലോ. പിന്നെ നെയ്യില്ലാതെ പറ്റില്ല. ഇത്രയൊക്കെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്തത് പണി മുടക്കി കുറേ നാളായിട്ടിരിക്കുന്ന നമ്മുടെ റൈസ് കുക്കറാണത്. ഇടയ്ക്കിടയ്ക്ക് പണി കൊടുത്തില്ലെങ്കിൽ അത് നമുക്ക് പണി തരും, അതായത് കേടുവന്ന് പോകും കേട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കി അതും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ അരയ്ക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. ജിഞ്ചർ, ഗാർലിക്, പച്ചമുളക്, മല്ലിയില, ഇതെല്ലാം അരച്ച് റെഡിയാക്കി വെക്കുക. അതിനുശേഷം നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഫസ്റ്റ് തന്നെ കാഷ്യൂസ് എല്ലാം എടുത്ത് നന്നായിട്ട് നെയ്യിൽ വാട്ടിയെടുക്കണം. അതിനുശേഷം റൈസിൻസും കൂടെ ഇട്ടിട്ട് നല്ല ബലൂൺ ആവുന്ന മാതിരി ഇങ്ങനെ ബലൂണായി വരുമ്പോൾ നമുക്ക് അതും കൂടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം ഗാർണിഷിംഗ് ആണ്. ഇനി ഒനിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സ്ലൈസ് ചെയ്ത ഒനിയൻസ് നല്ലോണം കുറച്ച് പഞ്ചസാര ഉപ്പും കൂടെ ഇട്ടിട്ട് ആ നെയ്യിൽ നല്ലോണം മാറ്റിയെടുക്കണം. കുറച്ച് ക്ഷമ വേണം കേട്ടോ, അത് ടൈം എടുക്കും. എന്നാലേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. അപ്പോൾ അതെടുത്തതിന് ശേഷം അടുത്ത ഒനിയൻസ്, അതായത് വെജിറ്റബിൾസിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഒനിയൻസും കൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതേമാതിരി സ്ലൈസ് ചെയ്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. അതേ സമയത്ത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, സ്റ്റാർ ആനീസ്, ഇതെല്ലാം ബേ ലീഫ്, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ അതിൻ്റെ ഒപ്പം ഒന്ന് വാട്ടിയെടുക്കണം. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടേണ്ടവർക്ക് ഇടാം, ഞാൻ ഇട്ടിട്ടില്ല. ഈ സമയത്ത് നമുക്ക് ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ടൊമാറ്റോസ് കുറച്ച് വാടിയാൽ മതി. അധികം ഞാനൊന്നും നല്ലോണം വാട്ടി സോട്ടൊന്നും ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഓരോന്നും നല്ലോണം സോട്ട് ചെയ്യും തോറും ആദ്യം ഇട്ട ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഒരുപാട് ഓവർ കുക്ക്ഡായി പോകും. അപ്പോൾ ഞാനെല്ലാം സ്ലൈറ്റ്ലി സോട്ട് ചെയ്ത് അങ്ങനെ പോവുകയാണ്. ഈ സമയത്ത് ഞാൻ ഗ്രൗണ്ട് മസാലയാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മുടെ മല്ലിയിലയും ജിഞ്ചർ, ഗാർലിക്, പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് തൈര് ആഡ് ചെയ്യാം. കേർഡ് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കുറച്ച് നേരം സോട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ തക്കാളി ഒന്നും ഓവർ മാഷ് ആയിട്ടില്ല, ഓവർ കുക്കഡൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് ഞാൻ നേരത്തെ തന്നെ കട്ട് ചെയ്ത് ക്യൂബ്സ് ആക്കി റെഡിയാക്കി വെച്ച വെജിറ്റബിൾസാണ്. പൊട്ടാറ്റോ, ക്യാരറ്റ്, ബീൻസ്, ഇതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി ശ്രദ്ധിച്ചിടണം. ഓൾറെഡി പച്ചമുളക് അരച്ചിട്ടുണ്ട്, അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഗരം മസാല, സ്പൈസസ് ഓൾറെഡി ഇട്ട കൊണ്ട് ഞാൻ ഗരം മസാല കുറച്ചേ ഇടുന്നുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ മസാലയുടെ മണം ഒരു പഞ്ച് വരും. അപ്പോൾ ഇത് നോർമൽ ഒരു ഹോം മെയ്ഡ് ബിരിയാണിയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ മസാലയൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാനുള്ള ഒരു റെസിപ്പിയാണത്. അപ്പോൾ കൂടുതൽ മസാലയൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇനി നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അതേ കേർഡിൻ്റെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഈ വെജിറ്റബിൾസ് ഒക്കെ ഹാഫ് കുക്ക്ഡായി മാറും. ആ ഹാഫ് കുക്ക്ഡ് മതി. ബാക്കി നമുക്ക് റൈസ് കുക്കറിലിട്ട് കുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഓവർ കുക്ക്ഡ് ആവില്ല. അതിന് വേണ്ടിയിട്ട് ഇത്രയും കുക്കായാൽ മതി. ഈ സമയത്ത് നമ്മൾ നമ്മുടെ റൈസ്, കുതിക്കാൻ വെച്ച റൈസ് നന്നായി കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ദം ചെയ്യാൻ പോവുക കേട്ടോ. അത് എന്തിനാണ് ദം ചെയ്യണേ, ഈ റോ റൈസ് എന്തിനാണ് ദം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഞാൻ ലാസ്റ്റ് പറയാം. ഇപ്പോൾ ഞാൻ എടുത്ത വെജിറ്റബിൾസ് എല്ലാം നന്നായി സ്പ്രെഡ് ചെയ്ത് കുക്കറിൻ്റെ അടിഭാഗത്ത് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മേലെ ഈ ബോയിൽ ചെയ്യാത്ത റൈസാണത്, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അതും ഞാൻ ലെയർ ചെയ്തു. ഇനി അടുത്ത ലെയർ എഗെയിൻ വെജിറ്റബിൾ ആ മസാലയിൽ സോട്ട് ചെയ്തത്. അപ്പോൾ ഇതും അടുത്ത ലെയറായിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്യുകയാണ്. അതിനുശേഷം പിന്നെയും അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ലെയർ ചെയ്ത് ഞാനൊരു ദം സ്റ്റൈലിൽ എത്തിച്ചു. ഇനി അടുത്തത് എഗെയിൻ റൈസ്, അതും കൂടെ ഇട്ട് ഫുൾ ദമ്മിൻ്റെ സ്റ്റൈലിലെല്ലാം ഇട്ടതിന് ശേഷമാണ് ഓർമ്മ വന്നത് ഞാനിവിടെ ദമ്മല്ല ചെയ്യാൻ പോകുന്നത്, നോർമൽ ബിരിയാണിയാണ് എന്നുള്ളത്. ദം ചെയ്യുന്നത് കുക്ക്ഡ് റൈസാണല്ലോ. ഇത് നമ്മൾ ദം ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ ഒന്ന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരൊറ്റ ലെയറായി മാറും എന്നുള്ളത് ഞാൻ പിന്നെയാണ് ആലോചിച്ചത്. എന്നാലും ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒരൊറ്റ ലെയറാക്കി എടുത്തു. ഇത്രയും നേരം എടുത്ത എഫേർട്ട് വെറുതെയായി. സാരില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാനത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളയാതിരുന്നത്. എന്നാൽ പിന്നെ ഏതായാലും ഇത്രയും നേരം ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ എന്നിരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയും ചെയ്തതിന് ശേഷം നാരങ്ങ സ്ക്വീസ് ചെയ്തെടുത്തു. കുറച്ച് നാരങ്ങ സ്ക്വീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് സോൾട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ റൈസ് കുക്കറിൻ്റെ ലിഡ് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലൈറ്റ് കുക്കിലാണ് ഇരിക്കുക. കുക്കിലാക്കി വെച്ചിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം വാം ആവുന്നവരെ. ആ സമയത്ത് ഞാൻ സാലഡിനുള്ള പ്രിപ്പയർ ചെയ്യരുത്. ചോപ്പറിലിട്ട് ഓണിയൻസ്, ടൊമാറ്റോസ്, കുക്കുംബറും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചു. പിന്നീട് കേർഡ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ. നല്ല മണമൊക്കെ വന്ന് തുറന്ന് നോക്കിയപ്പോൾ ആയിട്ടില്ല. ഇനി ടക്കുന്ന ബട്ടൺ വാമിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ റെഡിയായി, ഓൾ സെറ്റ്. അപ്പോൾ ഇനി തുറന്ന് നോക്കാം.
തുറന്ന് നോക്കിയപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. വെള്ളം ഒഴിച്ചത് കണക്കിനായിട്ടുണ്ട്. വെജിറ്റബിൾസും പാകത്തിന് വേവ്, ഓവർ കുക്കൊന്നും ആയിട്ടില്ല. കാരണം നമ്മൾ ഓൾറെഡി ഹാഫ് കുക്ക്ഡ് വെജിറ്റബിൾസ് ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം നല്ല കണക്കിനായിരുന്നു. ഇതൊരു നല്ലൊരു റെസിപ്പിയാണ്. ഇത് സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ ഈസിയാണ്. റൈസ് കുക്കറിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വെസലിലും ചെയ്യാം. ഈ സമയത്ത് ഞാൻ ഗാർണിഷ് ചെയ്ത് കൊടുത്തു. വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാം, ഇല്ലെങ്കിൽ ലാസ്റ്റ് സെർവിങ് ചെയ്യുമ്പോൾ കൂടെ ഗാർണിഷ് ചെയ്ത് കൊടുത്താലും മതി. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തു. കൂടാതെ ഞാൻ കുറച്ച് സെർവിങ് ടൈമിന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി തനിയെ ഞാൻ കാഷ്യൂസ് റൈസൻസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ ആ വാമിൽ തന്നെ വെച്ചാൽ മതി. എല്ലാം കൂടെ ഒന്ന് മിക്സായി നല്ല സെറ്റാകും. ഇനി ഞാൻ പ്ലേറ്റിംഗ് ചെയ്യാൻ പോവുകയാണ്. ദിവാലി സ്പെഷ്യൽ റോയൽ സെർവിങ്. അപ്പോൾ കണ്ടോളൂ. Oh my god. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി ദിവാലി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.